ഹായ്, എൻ്റെ പേര് മേരി ടിസ്മി ഫ്രാൻസിസ്. ഞാൻ എറണാകുളം വടുതലയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ എമിറേറ്റ്സിൽ നിന്ന് ജിദ്ദ അൽമാസ് മെഡിക്കൽ ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഫെബ്രുവരി 16 ഞാൻ പോകുന്നത്. ഒരു 2 years മുന്നേ ഞാൻ എമിറേറ്റ്സ് ത്രൂ ആണ് റിയാദിലേക്ക് അൽഹമാദി ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫ് നഴ്സായിട്ട് പോയായിരുന്നു. അവിടെ കോൺട്രാക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ വീണ്ടും എമിറേറ്റ്സ് ത്രൂ ജിദ്ദയിലേക്ക് പോകാൻ നിൽക്കുവാണ്. ഇവിടെ തന്നെ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്തത് ഫെബി ആയിരുന്നു. ഫെബി നമുക്ക് എല്ലാ കാര്യത്തിലും എപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ആൾ പെട്ടെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു. പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ എമിറേറ്റ്സ് റെക്കമെൻഡ് ചെയ്യും. താങ്ക് യു എമിറേറ്റ്സ്. അത് മക്കളും കൊച്ചന്മാരും കൂടെ निकलो कभी डार्लिंग चंदेरी से कल आओ कभी हवेली पे പേരെന്തായിരുന്നടാ? സ്നേഹ. ഓക്കെ, ഏത് വേക്കൻസിക്കാ സെലക്ട് ആയത്? ഞാൻ അൽമോസ്റ്റ് മെഡിക്കൽ സർവീസ്. ഓക്കെ, സൗദി ആയിരുന്നല്ലേ? യെസ്. ഓക്കെ, ഇവിടുത്തെ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഇവിടുത്തെ സർവീസ് നന്നായിരുന്നു. ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ എല്ലാം സ്പീഡിൽ ചെയ്തു തന്നു. ഓക്കെ, സ്പീഡിൽ ചെയ്തുകൊണ്ട് എനിക്ക് 6th ഡിപ്പാച്ച് ആവാൻ പറ്റി. ഓക്കെ, സ്റ്റാഫിന്റെ ഡീലിങ്സ് ഒക്കെ നന്നായിരുന്നു. ഏത് സ്റ്റാഫ് എവിടുന്ന് ഫോളോ അപ്പ് ചെയ്തത്? ഷാമിലിയാണ് ഫോളോ അപ്പും കാര്യങ്ങളും ചെയ്തത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാണി? നിനക്ക് എന്താ വേണ്ടത്? ഇതിൽ എഴുതിയിരിക്കുന്നത് വായിക്കടി. ഞാനങ്ങ് വായിക്കത്തില്ല, എന്നെ അഴിച്ചു വിടടി. വായിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയും. വായിക്കാം. വായിക്കാൻ കോട്ടാ. മിനിമം 2 year എക്സ്പീരിയൻസ് ഉള്ള GNM മെയിൽ നഴ്സുമാർക്ക് ഖത്തറിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സിനെ ഹയർ ചെയ്യുന്നു. 82,000 രൂപ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഈ വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനായി ഇപ്പോൾ തന്നെ എമിറേറ്റ്സ് ഇന്റർനാഷണലുമായി കോൺടാക്ട് ചെയ്യൂ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഫ്രീ റിക്രൂട്ട്മെന്റ് കൺസൾട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റിക്രൂട്ട്മെന്റ് ഏജൻസിയായ എമിറേറ്റ്സ് ഇന്റർനാഷണലിലേക്കാണ്. ഹായ്, ഞാൻ ഡെയിലി നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. ബട്ട് എക്സാക്ട്ലി നിങ്ങളുടെ പ്രോസസ് എന്തൊക്കെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, നിങ്ങൾക്കറിയാവുന്നത് പോലൊരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് എമിറേറ്റ്സും. നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് GCC കൺട്രീസ് ആയ സൗദി, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ പോലുള്ള രാജ്യങ്ങളാണ്. ഇവിടെ ഒരു നഴ്സ് എൻക്വയറിക്ക് വരുന്നത് മുതൽ ഡിപ്പാർച്ചർ ആയതിനു ശേഷവും ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. അതിനായി നമുക്കിവിടെ ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട്. ഇപ്പോൾ ഓരോ കൺട്രിക്കും ഓരോ പ്രൊസീജിയേഴ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, സൗദി ആണെങ്കിൽ എക്സാമിന് മുമ്പ് ഡാറ്റ ഫ്ലോ മാൻഡേറ്ററി ആണ്. ബട്ട് ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങളാണെങ്കിൽ ഇത് സൗദിയിൽ നിന്നും പ്രോസസ് ടോട്ടലി ഡിഫറെന്റ് ആണ്. ഓരോ പ്രൊസീജിയറിനും നമ്മൾ ഇൻഡിവിജ്വൽ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് നമ്മളെ പറ്റി ചുരുക്കി പറഞ്ഞതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ പേജ് ഫോളോ ചെയ്യും. പ്രോമെട്രിക് ഇല്ലാതെ സൗദിയിൽ മികച്ച സാലറിയിൽ നിങ്ങൾക്ക് നഴ്സ് ആയാലോ? എങ്കിൽ എമിറേറ്റ്സ് ഇന്റർനാഷണൽ വഴി സൗദിയിൽ ജോലി നേടാം. ഫീമെയിൽ, മെയിൽ നഴ്സുമാർക്കാണ് അവസരമുള്ളത്. സൗദിയിലെ മിനിസ്ട്രിയിലേക്ക് 2 or 3 year എക്സ്പീരിയൻസ് ഉള്ള ഫീമെയിൽ നഴ്സുമാർക്ക് 91,000 സാലറിയിൽ ഓൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി നേടാം. ഇനി നിങ്ങളൊരു മെയിൽ നഴ്സ് ആണെങ്കിൽ BSc 2 or 3 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 82,000 സാലറിയിൽ ഓൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോലി നേടാം. അതുപോലെ പ്രോമെട്രിക് എക്സാം സൗദിയിൽ എത്തിയ ശേഷം ക്ലിയർ ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ വേക്കൻസി മിസ്സാക്കാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ? ഞങ്ങൾ തന്നെ സാർ. നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? അവരിവരൊക്കെയാണ് സാർ. ആരെങ്കിലും ആയിക്കോട്ടെ സാർ. മര്യാദയ്ക്ക് സംസാരിക്കണം. അങ്ങനെ ആരെങ്കിലും അല്ല സാർ. ഇതെന്റെ കൂടെ പറപ്പായ അച്ഛൻ CID വിക്രം. ഓ, അന്ന് എന്റെ കാറിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? അത് പൊട്ടിത്തെറിച്ചപ്പോ മനസ്സിലായി കാണും അല്ലേ? ആരാണ് അതിന്റെ പിന്നിൽ? സാറിനെ കൊല്ലാൻ വന്നവനാണ് സാർ. അതെല്ലാവർക്കും അറിയാവോ? അതാരാണെന്നാണ് ചോദിച്ചത്. അത് ബോംബ് വെച്ചവൻ തന്നെ. ആരോഗ്യരംഗത്തെ കരിയറിലേക്ക് ഒരു പുതിയ അവസരം. 96,000 സാലറിയിൽ അൽ അസർ ഹോസ്പിറ്റൽ സൗദി അറേബ്യയിൽ നഴ്സിംഗ് ജോലി അവസരങ്ങൾ. BSc അല്ലെങ്കിൽ GNM പാസ്സായവർക്ക് 2 അല്ലെങ്കിൽ 3 വർഷത്തെയോ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഹേർട്ട് കാത്തറ്ററൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അവസരമുള്ളത്. പ്രൊമെട്രിക് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 38 വയസ്സ് വരെ. ഈ വേക്കൻസിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. എമിറേറ്റ്സ് ഇന്റർനാഷണൽ കൺസൾട്ടൻസി, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങും. എൻ്റെ പേര് ആൻസി വർഗീസ്. ഞാൻ ചെങ്ങന്നൂർ നിന്നാണ് വരുന്നത്. ഞാൻ ഫ്രണ്ട്സ് വഴിയാണ് എമിറേറ്റ്സിനെ പറ്റി പറഞ്ഞതും അറിഞ്ഞതും ഒക്കെ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ ഫോളോ അപ്പ് ചെയ്തിരുന്ന എല്ലാം ശ്രീഷ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ്. നല്ല ഫോളോ അപ്പ് കാര്യങ്ങളെല്ലായിരുന്നു. എല്ലാം എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാ ഫോളോ അപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എനിക്കൊരു നല്ലൊരു ഫീഡ്ബാക്കാണ് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
ഞാൻ ഈ നാളെ 20-ന് MOUന്റെ ജിദ്ദയിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ പേര് ചിത്ര, ഞാൻ കായംകുളത്തു നിന്നാണ് വരുന്നത്. ഞാൻ എമിറേറ്റ്സിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എന്നെ ഫോളോ അപ്പ് ചെയ്തത് സൗമ്യ ചേച്ചിയാണ്. എൻ്റെ ഏതൊരു ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. എപ്പോൾ ചോദിച്ചാലും എനിക്കത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അൽമോസത്ത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഈ 20th എൻ്റെ ഫ്ലൈറ്റ്. താങ്ക് യു എമിറേറ്റ്സ്. പല്ല് പറിക്കുന്ന ഡോക്ടറിനേക്കാളും നല്ലത് ചങ്ക് പറിച്ചു തരുന്ന നേഴ്സാ. അവരാകുമ്പോ അസുഖം മാറുന്നത് വരെ കൂടെ കാണുമല്ലോ. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. എന്നെ ഇവിടെ കൂടുതൽ ഹെൽപ്പ്, എൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോസസ്സിന് കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വിനീഷ് എന്ന് പറഞ്ഞ സ്റ്റാഫാണ്. ഞാൻ സൗദി അറേബ്യയിലേക്കാണ് പോകുന്നത്. മാർച്ച് 31-നാണ് ഡിപ്പാർച്ചർ ഡേറ്റ്. ഞാൻ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സർവീസിലും സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലും അറിഞ്ഞിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സ് വഴി തന്നെയാണ്. 1 ലക്ഷം രൂപ സാലറി സൗദിയിലെ ലീഡിംഗ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫ് നഴ്സിനെ ആവശ്യമുണ്ട്. ഓൾ ICU, ഡയാലിസിസ്, ഓൺകോളജി, ഗൈനക്കോളജി, കാത്തലാബ് എന്നീ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത്. സോ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ തന്നെ എമിറേറ്റ്സുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ പേര് പ്രിയങ്ക ജോൺ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് എമിറേറ്റ്സിനെ പറ്റി അറിയാൻ സാധിച്ചത് എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ്. ഇവിടെ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നത് ശ്രീപ്രഭയാണ്. വളരെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റാഫായിരുന്നു. ഞാൻ മഗരാബി ഹോസ്പിറ്റലിലേക്ക് വേക്കൻസിയിലേക്കാണ് പോകുന്നത്. ജിദ്ദയിലേക്കാണ് പോകുന്നത്. ഈ 19-ാം തീയതി ശനിയാഴ്ച ആണ് എനിക്ക് ഫ്ലൈറ്റ്. താങ്ക് യു എമിറേറ്റ്സ്. താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. താങ്ക് യു. സൗദിയിൽ 1,70,000 രൂപ സാലറിയിൽ ഒരു നേഴ്സ് ജോബ്. എന്താ, വിശ്വാസമായില്ലേ? എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. മെയിൽ നേഴ്സുമാർക്കാണ് വേക്കൻസി ഉള്ളത്. സൗദിയിലെ അൽ അഹ്ലി ഹോസ്പിറ്റലിലേക്ക് ER and ICU ഡിപ്പാർട്ട്മെന്റിലേക്ക് 3 year എക്സ്പീരിയൻസ് ഉള്ള മെയിൽ നേഴ്സുമാർക്ക് അപ്ലൈ ചെയ്യാം. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ സൗദി പ്രോസസ് മാൻഡേറ്ററി അല്ല. കൂടാതെ നമ്മളുടെ GCC പ്രോസസ് ആയിട്ടുള്ള HRD, ഡാറ്റ ഫ്ലോ, എലിജിബിലിറ്റി, പ്രോമെട്രിക് ഇതെല്ലാം ചെയ്യുവാനായി എമിറേറ്റ്സ് ഇന്റർനാഷണലെ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഗൾഫ് കൺട്രീസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് ഡേറ്റ ഫ്ലോ. സോ വാട്ട് ഈസ് ഡേറ്റ ഫ്ലോ? ഡേറ്റ ഫ്ലോ ഒരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതായത് നിങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസ യോഗ്യത, അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എന്നിവയുടെ ആക്യുറസി ഉറപ്പാക്കാൻ GCC ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഡേറ്റ ഫ്ലോ. ഡേറ്റ ഫ്ലോ ചെയ്യാൻ വേണ്ടി ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? സോ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞാലോ? ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് കേട്ടോ. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റും, എനിക്കിങ്ങനെ അറിയുള്ളൂ. പാട്ടി families like pot and another pot, when they hit together they will make sound cling bling bling. ഇനി മാതിരിയൊന്നും പറയല്ലേ. എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. I want my wife back with lots of ojas and tejas. What do you mean? ചളമായെന്നാ തോന്നുന്നു. Mr. Jimmy? ഈശോയെ, I want lifeline. Lifeline? Phone a friend. Phone? Please sir, one call please. Okay. Oh, thank you അളിയ. ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുതാ ദ്രോഹി. എന്തൊക്കെയായിരിക്കും ഒരു സ്റ്റുഡന്റിനെ MBBS പഠനത്തിൽ നിന്നും പിന്നിലേക്ക് വലിക്കുന്നത്? ഉയർന്ന ഫീസ് ആണോ, അതോ കുറഞ്ഞ സീറ്റുകളോ? ഇനി നീറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം ആണോ? എന്നാൽ ഇതൊന്നും ഇനി ഒരു പ്രശ്നമേ അല്ല. ഇനി നിങ്ങളുടെ ബജറ്റിന് ഇണങ്ങിയ ഫീസിൽ MBBS പഠിക്കാം, അതും അർമേനിയയിൽ. Top class universities approved by MCI, world's best infrastructure, affordable fee structure, exposure to different healthcare systems, mixed learning environment. ഇപ്പോൾ നിങ്ങൾക്കും ഒന്ന് MBBS പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടല്ലേ? സോ സ്റ്റഡി അബ്രോഡിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി കോൺടാക്ട് us right now. നിങ്ങൾ ജോർജിയയിൽ പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്തിന് ജോർജിയയിൽ പോയി MBBS ചെയ്യണം? $2,000 per year സ്കോളർഷിപ്പിൽ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ, അഫോർഡബിൾ ഫീസ്, ഹിഡൻ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല. നോ ഡൊണേഷൻസ് ആൻഡ് മോറോവർ ഒരു ഇന്റർനാഷണൽ എക്സ്പോഷറും നിങ്ങൾക്ക് കിട്ടും. ജോർജിയയിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടിബിലിസി മെഡിക്കൽ അക്കാഡമി വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷനോടൊപ്പം നിൽക്കുന്ന USMLE ട്രെയിനിങ് ആൻഡ് പ്ലാബ് ട്രെയിനിങ് എന്നിങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ 2025 ഇൻടേക്കിലെ അവസാന അവസരം പ്രയോജനപ്പെടുത്തി ജോർജിയയിലേക്ക് പറക്കാനും ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട്. ഹായ്, എൻ്റെ പേര് ശരണ്യ.
ഞാനിവിടെ എമിറേറ്റ്സിനെ കുറിച്ച് അറിയുന്നത് ത്രൂ ഫേസ്ബുക്ക് വഴിയായിരുന്നു. എനിക്ക് ഓൾറെഡി മുന്നേ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് എമിറേറ്റ്സിലോട്ട് വരാൻ കാരണം. എനിക്ക് അൽഹമാദി ഹോസ്പിറ്റലിലോട്ട് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്നെ ഇവിടെ ഫോളോ അപ്പ് ചെയ്തിരുന്നത് ജൂലി ചേച്ചിയായിരുന്നു. ചേച്ചിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് കുറേ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ചേച്ചി ഇത് മാക്സിമം എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫുകളുടെ എല്ലാവരുടെയും ഇടപെടൽ ഇപ്പോൾ നന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ കൊല്ലത്തു നിന്നാണ്. ഞാൻ എമിറേറ്റ്സിനെ പറ്റി അറിഞ്ഞത് എൻ്റെ ഫ്രണ്ട് വഴിയിട്ടാണ് അറിഞ്ഞത്. എന്നെ ഇവിടെ ഫോളോ അപ്പ് ചെയ്തത് സൗമ്യ ചേച്ചിയായിരുന്നു. ഞാൻ എമിറേറ്റ്സ് വെച്ചിട്ട് മോർ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്നെ A to Z എല്ലാ അപ്ഡേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് ചേച്ചി അറിയിക്കുകയായിരുന്നു. എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മൗസാത്ത് ഹോസ്പിറ്റലിലോട്ടാണ്. എൻ്റെ പേര് അതുല്യ. ഞാൻ പാലക്കാട് നിന്നാണ്. എൻ്റെ കൊലീഗ് വഴിയാണ് എനിക്ക് ലക്ഷ്മി ചേച്ചിയുടെ എമിറേറ്റ്സിലെ കോണ്ടാക്ട്സ് കിട്ടുന്നത്. ഫ്രം ഫസ്റ്റ് ടു ഈ ലാസ്റ്റ് മൊമെന്റ് വരെ ചേച്ചി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ March 3 അബഹ ഇന്റർനാഷണൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു ഏജൻസി തന്നെയാണ് എമിറേറ്റ്സ് എന്ന് എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഫർദർ വരുന്ന ആർക്കും എനിക്ക് 100% വിശ്വാസത്തോടെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. താങ്ക്സ് എമിറേറ്റ്സ്. ഹായ്, എൻ്റെ പേര് തസ്മി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ റീസെൻ്റ്ലി ഒരു ഡിസംബറിൽ ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ ആണ് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ക്ലർക്കിൻ്റെ വേക്കൻസി അറിഞ്ഞത്. ആ ടൈമിൽ ഞാനിവിടെ കോണ്ടാക്ട് ചെയ്തപ്പം എന്നെ ഹെൽപ്പ് എല്ലാം ചെയ്തത് അർച്ചനയായിരുന്നു. ഓൺ ദാറ്റ് ഡേ, ഞാൻ വിളിച്ച ഡേയിൽ തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ. ബട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. സോ ദ നെക്സ്റ്റ് ഡേ എനിക്ക് അർച്ചനയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. എനിവേ താങ്ക് യു അർച്ചന. എനിക്ക് തോന്നുന്നു ഒരു ഡിസംബറിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പിന്നെ ജാനിൽ തന്നെ നമുക്ക് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക്സും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എമിറേറ്റ്സിലെ അർച്ചനയാണ്. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് വീക്ക് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ പേപ്പേഴ്സ് വർക്ക് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷുറൻസ് ക്ലർക്ക് ആയിട്ടാണ് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിൽ എനിക്ക് പൊസിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത എമിറേറ്റ്സിന് താങ്ക് യു. അടിപൊളി ഫുഡ്, സൂപ്പർ ആയിട്ട് ബർഗറും എല്ലാം. ഹലോ ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? മോളെ, അപർണയ്ക്ക് ജോലി ശരിയായി സൗദിയിൽ. ആഹാ, അടിപൊളി. ഞങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ആരെ വിളിച്ചേ? ആന്റിയാ, അപർണയ്ക്ക് സൗദിയിൽ ജോലി സെറ്റായി നേഴ്സായിട്ട്. അതിന് അപർണ GNM നേഴ്സാണോ? അതെ, 2 year എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ 2 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും വേക്കൻസി ഉണ്ടാവുക? NICU, OT, മെഡിക്കൽ വാർഡ് എന്നീ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി അവൈലബിൾ ആണ്. അപ്പൊ സാലറി ഒക്കെ എങ്ങനെയാ? $96,000 സാലറി ഉണ്ട്. ആ കൊള്ളാലോ. അപർണയ്ക്ക് ഇതെങ്ങനെ സെറ്റായി? അതറിയാൻ എമിറേറ്റ്സ് ഇന്റർനാഷണൽ കൺസൾട്ടൻസിയുടെ ഈ ഒരു ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്താൽ മതി.